അതൊരിക്കലും എൻ്റെ അമ്മയല്ല. മനസ്സിലായില്ല? ഒരിക്കലും എൻ്റെ അമ്മയല്ല, ഒരിക്കലും എൻ്റെ അമ്മ ആവാനും പറ്റില്ല. ആൺപിള്ളേർക്ക് മാത്രമല്ല ഈ ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, ഈ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും ഉള്ളത്. ഞങ്ങൾ പെൺകുട്ടികളെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും മേടിച്ച് ഉണ്ടാക്കിയതും അല്ല. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൊതുവെ നമ്മുടെ ഒരു സമൂഹം പറയാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ട് സംസാരിക്കാനാണ്. അത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ പറയും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു കൾച്ചറിൽ നമ്മൾ പറയും, രണ്ട് ഫാമിലീസ് തമ്മിലുള്ള എന്താ പറയുക, ഒരു കെട്ടുറപ്പിക്കലാണ്, ഒരു ബന്ധമാണെന്നൊക്കെ. പക്ഷേ ഒരിക്കലും അതങ്ങനെയല്ല. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ലവ്, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഒരു ഫാമിലി അതിൽ ഇൻക്ലൂഡഡ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഒരു ഹസ്ബൻഡും വൈഫിൻ്റെ ഇടയിൽ ഒരിക്കലും ഫാമിലി, അതായത് ഗേളിൻ്റെ ആണെങ്കിലും ബോയുടെ ആണെങ്കിലും ഫാമിലി അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരും. അതാണ് ഒരുപാട് നമ്മൾ ഈ നാട്ടിലൊക്കെ കാണുന്ന ഒരുപാട് ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ എപ്പോഴും പറയുന്നു, ഒരുപാട് പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ്, അതായത് നമ്മൾ ഫാമിലി, അതായത് നമ്മുടെ പാരൻസിൻ്റെ കൂടെ നമ്മൾ ജീവിക്കാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരികയായിരിക്കും. അയ്യോ, എനിക്ക് എൻ്റെ മോനെ കാണാതെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരികയായിരിക്കും. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇല്ലേ? അപ്പോൾ ഈ അച്ഛനെയും അമ്മേനെയും ഒക്കെ വിട്ടിട്ട് ഈ പെൺകുട്ടി വരികയാണെങ്കിൽ എന്തുകൊണ്ട് ആൺകുട്ടിക്ക് വന്നുകൂടാ? അല്ലെങ്കിൽ ആൺപിള്ളേർക്ക് മാത്രമല്ല ഈ ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, ഈ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും ഉള്ളത്. ഞങ്ങൾ പെൺകുട്ടികളെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും മേടിച്ച് ഉണ്ടാക്കിയതും അല്ല. അപ്പോൾ ഈക്വൽ, അത് ഞാൻ ഏറ്റവും ബെറ്ററായിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം നിലനിൽക്കും. അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അഭിനയിച്ച് നിൽക്കണം, അഭിനയിച്ച് തകർത്ത് നിൽക്കണം. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പെൺകുട്ടി വേറെ ഒരു സ്ഥലത്ത് നിന്ന്, അതായത് ആ പെൺകുട്ടി ജീവിച്ചിട്ടുള്ള സാഹചര്യം ഡിഫറെൻ്റ് ആയിരിക്കാം. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യാസമാണ്, ഫുഡ് വ്യത്യാസമാണ്, നമ്മുടെ തോട്ട്സ്, അതായത് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള തോട്ട്സ് വ്യത്യാസമായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. നമ്മൾ ഓരോ മനുഷ്യന്മാരും അല്ലെങ്കിൽ ഓരോ ഫാമിലി, ഇപ്പോൾ എൻ്റെ ഫാമിലി പോലെ ആവില്ല വിഷ്ണുവിൻ്റെ ഫാമിലി, അങ്ങനെ ഇപ്പോൾ എൻ്റെ ഫാമിലി പോലെ ആവില്ല എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഫാമിലി, വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും സ്ത്രീകളാണ്. ഒരിക്കലും പുരുഷന്മാർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാറില്ല. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പുരുഷന്മാർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അതിൽ എതിരഭിപ്രായമുള്ളവരുണ്ടായിരിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെപ്പറേറ്റ് താമസിക്കുകയാണെങ്കിൽ, അതായത് ഗേളിൻ്റെ അച്ഛനമ്മോടെ ആണെങ്കിലും നമ്മൾ ഇടയ്ക്ക് പോവുക, കാണുക, ഒരു 3-4 ദിവസം വേണമെങ്കിൽ നമുക്ക് നിൽക്കാം, ഹാപ്പി ബൈ പറഞ്ഞ അവിടെ നിന്ന് പോരുക. അതുപോലെ തന്നെയാണ് ആണെങ്കിൽ വീട്ടിലാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് പോകണു, സംസാരിക്കുന്നു, ഒരു 3-4 ദിവസം നിൽക്കുന്നു, എല്ലാവരോടും ടാറ്റ ബൈ സീ യു പറയുന്നു, പോരുന്നു, നമ്മുടെ കാര്യങ്ങളായി. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ ഒരു അമ്മായിമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരുടെ ആണെങ്കിലും അതൊരിക്കലും എൻ്റെ അമ്മയല്ല. മനസ്സിലായില്ല? ഒരിക്കലും എൻ്റെ അമ്മയല്ല, ഒരിക്കലും എൻ്റെ അമ്മ ആവാനും പറ്റില്ല. മനസ്സിലായില്ലേ? അത് ഏറ്റവും അത് പ്രകൃതിയിലുള്ള കാര്യം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ വിഷ്ണു ഇങ്ങോട്ട് പരിഹരിക്കുക, ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ഞാനാണ് എൻ്റെ അമ്മയുടെ മോള്. ഒരിക്കലും വിഷ്ണു ഒരിക്കലും എൻ്റെ അമ്മയുടെ മോനാവില്ല, ഒരിക്കലും മോനാവില്ല. അതെല്ലായിടത്തും അങ്ങനെയുള്ള കാര്യം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു വേർതിരിവ് എന്തായാലും ഉണ്ടായിരിക്കും. കാരണം അത് അവരുടെ മകനാണ് അല്ലെങ്കിൽ അവരുടെ മകളാണ്. ഒരു സ്ഥാനം കഴിഞ്ഞിട്ടേ നമുക്ക് വരുള്ളൂ. അതാണ് പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ഏറ്റവും മെയിനായിട്ടുള്ള കാരണം. അത് പറഞ്ഞ പോലെ, ഇപ്പോൾ എൻ്റെ അമ്മ എന്നെ ചീത്ത പറയാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ പറയും, പക്ഷെ അത് ഞാൻ എൻ്റെ മനസ്സിൽ വയ്ക്കില്ല. എൻ്റെ അമ്മ എന്നെ എന്ത് പറഞ്ഞാലും അത് എൻ്റെ മനസ്സിൽ നിൽക്കില്ല. കുറേ ഞാൻ അമ്മ എന്തുകൂടെ കഴിക്കാളെ വെച്ചിട്ട് ഞാൻ പോവും. മനസ്സിലായോ? പക്ഷേ
വേറൊരാൾ അത് പറയുമ്പോൾ അതെൻ്റെ മനസ്സിൽ നിൽക്കും, അതെനിക്ക് ഹേർട്ടാവും. ചിലപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ നമ്മൾ ഉള്ളിൽ കിടന്ന് നമുക്കൊരു വെറുപ്പ്, നമുക്കൊരു ദേഷ്യം, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതുപോലെ തന്നെയാണ് ഞാൻ ഒരിക്കലും എന്താ പറയുക, ഞാനെന്നല്ല ഒരു പെൺകുട്ടിയും അവരുടെ ഒരിക്കലും മോളാവില്ല. പറയും മോളാണ്, മോളെപ്പോലെയാണ് ഒക്കെ പറയും, പക്ഷെ ഒരിക്കലും മോളാവില്ല, ഒരിക്കലും ആവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും അവർക്കും അത് പേഴ്സണലായിട്ട് എടുക്കും, വിഷമങ്ങൾ വരും. കാരണം ഞാൻ അവരുടെ മകളല്ല, അല്ലെങ്കിൽ അവരുടെ മോനല്ല. അപ്പോൾ അവരുടെ മോനോ മോളോ അത് ചെയ്തു വെച്ചെങ്കിൽ അവർക്കത് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും, അവരത് ഒഴിവാക്കി വിടുമായിരിക്കും. പക്ഷേ അത് വേറെ, അതായത് ഒരിക്കലും നമ്മൾ പറയില്ലേ ഇപ്പം അത് നമ്മുടെ ഫാമിലിയാണ് എന്നുള്ള സാധനം, അത് എത്രത്തോളം അതൊരിക്കലും എനിക്കറിയില്ല. ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ബോണ്ടിലേക്ക് എത്താൻ പറ്റുമായിരിക്കും. പക്ഷേ അത് ഈ പ്രത്യേകിച്ച് കാലഘട്ടത്തിലൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് മാറി നിന്നിട്ട് എല്ലാവരോടും ഒരേപോലെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ നോക്കുക, നമ്മൾ ജീവിക്കുക. അതാണ് ശരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ഇല്ലാതിരിക്കാനായിട്ടും പ്രശ്നങ്ങളില്ലാതിരിക്കാനായിട്ടും ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായും, പ്രത്യേകിച്ച് ഒറ്റമോനുള്ളവർക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, അതായത് നമ്മൾ പെൺകുട്ടികളെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിനും എന്താ പറയുക പൈസ കൊടുത്ത് മേടിച്ചൊന്നുമല്ല, നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക കല്യാണം കഴിയുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ്. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യം കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിരിക്കും, ഈഗോ പ്രശ്നങ്ങളായിരിക്കും. പിന്നെ അത് മെല്ലെ കയറി അത് എന്താ പറയുക ഒരു പക്ഷെ നമ്മൾ മിണ്ടുമായിരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക ഒരു അകൽച്ച അങ്ങനെ കൂടി വരും എന്നുള്ളത്. അത് ആരുടെ ഭാഗത്തും കുറ്റമില്ല. ഇപ്പോൾ അവരുടെ ഭാഗത്ത് ഇപ്പോൾ അമ്മായിമ്മയാണെങ്കിലും ഇപ്പോൾ അമ്മായിച്ചനാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഗേളാണെങ്കിലും ആരുടെ ഭാഗത്തുള്ള കുറ്റമല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. കാരണം അതൊരിക്കലും നമ്മുടെ അച്ഛനും അമ്മയും ആവില്ല, അവർക്ക് നമ്മളും ഒരിക്കലും മോളാവില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അല്ലാതെ അങ്ങനെ അഭിനയിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കണമെങ്കിൽ നമുക്ക് നിൽക്കാം, പക്ഷെ അത് വെറും ഒരു അഭിനയം മാത്രമായിട്ട് മാറും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്ന് പറയുന്ന കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ ജീവിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കാലഘട്ടം മാറി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ മൂഡാണ് ഈ ഒരു ജനറേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്കൊന്ന് സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടൊരു സ്പേസ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമുക്ക് നമ്മുടേതായിട്ടൊരു സ്പേസ് ഉണ്ടാക്കുക. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഒരു സ്പേസ് വേണം. അതിൽ വേറൊരാൾ വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു സെലിബ്രേഷൻ മൂഡാണ് ഇപ്പോൾ കൂടുതലും ഇപ്പോഴത്തെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലുള്ളത്. അപ്പോൾ അതുപോലെ ഫ്രണ്ട്സ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലി നിൽക്കുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല പരിപാടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എല്ലാവരുടെ അടുത്തും നല്ലൊരു അകലത്തിൽ നിൽക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ എന്താ പറയുക വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയൊന്നല്ല, ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ, ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ കാഴ്ചപ്പാടാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് കാഴ്ചപ്പാട് ഇല്ലാതിരിക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു, അതൊരിക്കലും നമ്മുടെ അമ്മയോ നമ്മുടെ അച്ഛനോ ആവില്ല, അവർക്കൊരിക്കലും നമ്മളവരുടെ മൂലോ ആവില്ല. അത് എന്താ പറയുക ലോകസത്യം, പ്രപഞ്ച സത്യമാണ്. അത് എന്താ പറയുക അതൊരിക്കലും ആവില്ല. അപ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ മേലെ നിന്ന് പ്രശ്നങ്ങളായി ഈഗോ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആവുന്നതിൽ ബെറ്റർ ഓപ്ഷൻ നമ്മൾ മാറി താമസിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് നേരം മാറി താമസിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. നമ്മളൊരു വീട്ടിൽ കഴിയുന്നതിലും എത്രയോ ബെറ്ററാണ് നമ്മൾ അകന്നിട്ടാണെങ്കിൽ സ്നേഹത്തോടെ നമ്മൾ കഴിയുന്നത്. അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ ബെറ്റർ ആയിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു.